ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സുപ്പുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ്. നല്ല ചൊടിയോട് കൂടിയിട്ട് നമ്മൾക്ക് പുളിയില്ലാത്ത കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിലേക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന വേറെ ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 6 മുളക്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തുടം പുളി, പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുളക് സാധാരണ നമ്മൾ അടുപ്പിലാണ് ചുട്ടെടുക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഇന്ന് ഭൂരിഭാഗം വീടുകളിലും നമ്മളിന്ന് സ്റ്റൗവാണല്ലോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നമുക്കത് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ പപ്പടം കാച്ചുന്ന കുടലുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അതേപോലെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളത് പിടിച്ച് നന്നായിട്ട് ചുട്ടെടുക്കുക. അപ്പുറം നന്നായിട്ട് വേവണം. കാരണം ഉള്ളിലേക്ക് നന്നായിട്ട് മുളക് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ചമ്മന്തി അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചുട്ടെടുക്കുകയാണ്. ഇനി ഈ ചുട്ടെടുത്ത നമ്മളുടെ ഈ മുളക് നമ്മൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ക്രഷ് ചെയ്യണ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതിട്ടിട്ട് ഇത് മുഴുവനായിട്ട് നമ്മളിട്ട് ഇടുക. അതിന് ഞെട്ടി പൊട്ടിച്ചിട്ട് വേണം ഇടാൻ. ഞെട്ടി ആവശ്യമില്ല. ഞെട്ടിയോട് കൂടിയിട്ടാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഞാൻ കണ്ടില്ലേ, ഇത് നമ്മളിന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ വെള്ളമില്ലാതെ ക്രഷ് ചെയ്യുക. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ക്രഷ് ചെയ്യുക. അതിലേക്ക് ഞാനിപ്പോൾ ഈ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ അതിൽ കുരു ഉണ്ടാവാൻ പാടില്ല. ഇനി കുരു ഉണ്ടായാൽ തന്നെ അത് കുരു അരഞ്ഞ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് പോവും. അതുമാത്രമല്ല നമ്മളുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ പണിയും കഴിയും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ഓരോരുത്തരുടെ ടേസ്റ്റ്. ചിലർക്ക് ഉപ്പ് കുറവ് മതി വെച്ചെങ്കിൽ അത് മാത്രം ഇടുക. ഇനി നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ടതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നതായിട്ടുള്ളത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുക. ഒരിക്കൽ ചൂടായിട്ടുള്ളതോ അല്ലെങ്കിൽ ചൂടാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കരുത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പച്ച വെളിച്ചെണ്ണ ഇതിൽ നന്നായിട്ട് ചേർക്കുക. കുറച്ച് കൂടുതലായാലും അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. ആ പച്ച വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നമ്മളുടെ പരിപ്പ് കറിയിലേക്കൊക്കെ ആയിട്ടുള്ള ചുട്ടരച്ച ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.